നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് കുറേ കാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴായിരിക്കും ആ കാര്യം നിൽക്കുന്നത്. അതേ അവസ്ഥയാണ് എൻ്റെ ടേബിളിൻ്റെ. അതെന്താണെന്ന് അറിയുന്നതിന് മുന്നേ വെൽക്കം ടു എസ്റ്റെല്ല സ്പേസ്. അപ്പോൾ ടേബിൾ ഞാൻ ഒരിട്ടം വൃത്തിയാക്കിയതായിരുന്നു, പക്ഷേ പിന്നെ അതൊന്ന് എനിക്കൊന്ന് വൃത്തിയാക്കണം തോന്നി. കാര്യം അങ്ങനെയാണല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വീഡിയോ ആണെന്ന്. ഓക്കെ, ടേബിൾ ഷീറ്റ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ടവൽ കൊണ്ടൊന്ന് മൊത്തത്തിൽ വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ പുറത്ത് നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്യാമറയിലോട്ട് വന്നുകൊണ്ട് ഞാൻ സെറ്റാക്കി വെച്ചതാണ്. അതിനുശേഷം ഞാൻ ആ വിരി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വിരിച്ചിട്ട് അതിനുശേഷം ഞാൻ അതിലോട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവർ വേസ്, ക്ലോക്ക്, പിന്നെ എൻ്റെ പെൻ സ്റ്റാൻഡ് അതൊക്കെ എടുത്ത് വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊരു ഹാപ്പിനെസ് കിട്ടുന്നത്, അല്ലെങ്കിൽ മനസ്സിന് എന്തൊരു സമാധാനം കിട്ടുന്നത്. ലൈക്ക് നമ്മളൊന്ന് മെസ്സി ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയല്ലേ. അതേ ഫീൽ തന്നെയായിരുന്നു എനിക്കിത് ചെയ്യുമ്പോൾ. ലൈക്ക് ഞാനത് റിപ്പീറ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിലും ഇറ്റ് റിയലി മേക്ക് മീ വെരി ഹാപ്പി. നമ്മളെപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിച്ചു പോകില്ലേ, ഞാൻ എങ്ങനെ ഹാപ്പി ആവുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു മീ ടൈം എങ്ങനെ ഹാപ്പി ആക്കാമെന്ന്. പക്ഷേ നമ്മുടെ മുന്നിൽ തന്നെ ചിലപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. ഒന്ന് മെസ്സി ആയിട്ടിരിക്കുന്നൊരു സ്ഥലം ഒന്ന് വൃത്തിയാക്കി നോക്കിയേ, നമുക്കൊരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മളെന്തോ ആ ഒരു മൊമെൻറ്റിൽ അച്ചീവ് ചെയ്തൊരു ഫീൽ കിട്ടും. അതേ ഫീലാണ് എനിക്ക് എൻ്റെ ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഞാൻ അറേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ സാധനവും ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. എല്ലാത്തിനും ഒരു 200 ബിലോ ആണ് കേട്ടോ റേറ്റ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ടേബിളിനൊരു പുതിയ ലുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ ദിസ്. ആൻഡ് ഈ ടേബിളിനാകുമ്പോൾ കുറച്ച് വില കൂടുതലാണ്. അത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അത് ഞാൻ പണ്ട് എക്സാമിൻ്റെ സമയത്ത് പർച്ചേസ് ചെയ്തതാണ്. ആൻഡ് ഈ മേക്ക് ഓവറിൻ്റെ സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്തതൊക്കെയാണെന്ന് നോക്കിയാൽ ഇപ്പോൾ ഫ്ലവർ വേസ്, പിന്നെ ഫ്ലവർ, പിന്നെ പെൻ സ്റ്റാൻഡ്, പിന്നെ ആ കപ്പ്, എത്ര എണ്ണമാണ് ഞാൻ ഈ മേക്ക് ഓവറിൻ്റെ സമയത്ത് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്, എൻ്റെ ജേർണലിംഗ് ബുക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ ജേർണലിംഗ് ബുക്ക് വെച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ഒരു പഴയ ഡയറി ബുക്കിൽ ഞാൻ ഫസ്റ്റ് ജേർണലിംഗ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പോയി. അങ്ങനെ മേക്ക് ഓവർ ചെയ്ത ആ ബുക്കും കൂടി ഞാൻ ടേബിളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ ടേബിൾ മേക്ക് ഓവർ അല്ലെങ്കിൽ ടേബിൾ ഒന്ന് വൃത്തിയാക്കൽ പ്രക്രിയ കഴിഞ്ഞു. ചെറിയൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്രോഷറ്റ് വെച്ചുണ്ടാക്കിയൊരു ലവ് ഷേപ്പ് കൂടെ അവിടെ വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ മേക്ക് ഓവർ കഴിഞ്ഞു. ലുക്ക് അറ്റ് മൈ ടേബിൾ, ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ് അല്ലേ. ഞാൻ അത്രയും മെസ്സി ആയിട്ടിരുന്നൊരു സ്ഥലം ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആക്കിയെടുത്തു. ഇനി അവിടെ ഇരുന്ന് ഒരു ജേർണലിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുമ്പോഴോ കിട്ടുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ടേബിൾ എങ്ങനെ മേക്ക് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇതെങ്ങനെയൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇഫ് യു കമൻറ്റ് ബിലോ മൈ കമൻറ്റ് സെക്ഷൻ, ഐ ഡെഫിനറ്റ്ലി ഡു ദാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ. ആൻഡ് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.